وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب مما كسبوا والله سريع الحساب ഉസീക്കും ഇയ്യായ ഔവലം ബിത്തഖ്വല്ലാ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണേ എന്ന് പരിശുദ്ധമായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയ എല്ലാവരോടും സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്. അതർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വേനലവധി കഴിഞ്ഞ് പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് റിസൾട്ടുകളെല്ലാം അറിഞ്ഞ് പുതിയ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ഉത്ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പണ്ട് കാലത്തൊക്കെ മുസ്ലിം സമൂഹത്തെ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടുമൊക്കെ നമ്മുടെ പണ്ഡിതന്മാർ ധാരാളം പ്രഭാഷണങ്ങളും എഴുത്തുകളുമൊക്കെ എഴുതിയിരുന്നു. ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമില്ല എന്ന നിലക്കായിരുന്നു അന്നത്തെ തലമുറ പലപ്പോഴും കഴിഞ്ഞുകൂടിയിരുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി
ഇന്നത്തെ മുസ്ലിം സമൂഹം ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകിച്ചും നമ്മുടെ മക്കൾക്ക് നമുക്ക് കിട്ടാത്ത വിദ്യാഭ്യാസവുമൊക്കെ നമ്മുടെ മക്കൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രക്ഷിതാക്കളാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ കുട്ടികളെ പുതിയ കോഴ്സിനും പുതിയ കോളേജുകളിലേക്കുമൊക്കെ പറഞ്ഞയക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാം ദുനിയാവിലെ കാര്യങ്ങളിൽ നമുക്ക് അനുവദിച്ചു തന്ന ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. അവ സ്വീകരിക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു കുഴപ്പവുമില്ല. അത് മതവിരുദ്ധമല്ല. അള്ളാഹുവിൻ്റെ ദീനിന് എതിരാകാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സമ്പാദിക്കുന്നതിനോ നല്ല ജോലി ചെയ്യുന്നതിനോ നല്ല വീടുണ്ടാക്കുന്നതിനോ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള കച്ചവടം മറ്റു കാര്യങ്ങളൊക്കെ നാം നിർവഹിക്കുന്നതിനോ പരിശുദ്ധ ഇസ്ലാം വിരോധിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ദീനിനെ മറന്നുകൊണ്ടും ദീനിനെ അപ്രസക്തമാക്കിക്കൊണ്ടുമാകരുത് ഇത്തരത്തിലുള്ള ദുനിയാവിലെ കാര്യങ്ങൾ നേടാൻ പരിശ്രമിക്കേണ്ടത്. മറിച്ച് അള്ളാഹുവിൻ്റെ ദീനിന് യാതൊരുവിധ കോട്ടവും സംഭവിക്കാത്ത രൂപത്തിലാണെങ്കിൽ ഇതൊക്കെ അള്ളാഹു നമുക്ക് അനുവദിച്ചു നൽകിയതാണ്. എന്നാൽ ദുനിയാവ് മാത്രമാകാനും പാടില്ല. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പലപ്പോഴും ദുനിയാവിന് വേണ്ടി മാത്രം വിദ്യാഭ്യാസം നേടുക, ദുനിയാവിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്കൊക്കെ ധാരാളം സമയം ചിലവഴിക്കുക, അതിനുവേണ്ടി ധാരാളം സമ്പത്ത് ചിലവഴിക്കുക, മതപരമായ വിഷയങ്ങൾക്ക് നമസ്കരിക്കാനും മതപരമായ ധാർമ്മികപരമായ കാര്യങ്ങൾക്കുള്ള സംഭാവനകളും സാമ്പത്തികമായ സഹായമൊക്കെ കുറയുക, അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ദുനിയാവ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അള്ളാഹു വിമർശിക്കുകയും അവർക്ക് പരലോകത്ത് നാളെ ഒരു ഓഹരിയും ഉണ്ടാവുകയില്ല എന്ന് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്ത് ബഖറയിലെ 200-ാമത്തെ ആയത്തിൽ അള്ളാഹു ആ കാര്യം പറയുന്നുണ്ട്. ഫമിനന്നാസ്, മനുഷ്യരിൽ ചിലരുണ്ട്. അങ്ങനെയാണ് അള്ളാഹു പ്രയോഗിച്ചത്. മനുഷ്യരിൽ ചിലരുണ്ട്. മൻ യഖൂൽ, അവർ പറയും, റബ്ബന ആതിന ഫിദ്ദുന്യ, അള്ളാഹുവെ ഞങ്ങൾക്ക് നീ ദുനിയാവ് നൽകണമേ, അഥവാ ദുനിയാവിലെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ച് നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ മനുഷ്യരിലുണ്ട്. എന്താ അവരുടെ അവസ്ഥ? വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവർക്ക് ആഖിറത്തിൽ അള്ളാഹു ഒരു ഓഹരിയും നൽകുകയില്ല. അപ്പോൾ ദുനിയാവിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിമർശിക്കുകയാണ്. അത് പാടില്ല എന്നാണ്. പലപ്പോഴും അള്ളാഹുവിനെ അല്ലാത്ത ആരാധിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള മനുഷ്യരെ കാണാൻ കഴിയും. പ്രത്യേകിച്ചും ഖബറിൻ്റെ അടുക്കലൊക്കെ പ്രാർത്ഥിക്കാൻ പോകുന്ന ആളുകളുണ്ട്. അവിടെ 2 രൂപത്തിലുള്ള ആളുകളെ നമുക്ക് കാണാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഖബർ സന്ദർശിക്കുകയും മരണത്തെക്കുറിച്ച് ഓർക്കുകയും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന സുന്നത്തായ ഖബർ സന്ദർശനം, അതിന് അള്ളാഹു നമുക്ക് കൂലി നൽകും. എന്നാൽ മറ്റു ചിലർ നമുക്കറിയാം മഖ്ബറകൾ തേടിയുള്ള യാത്രയാണ്. അവരുടെ പ്രിയപ്പെട്ട ആളുകളൊക്കെ മരിച്ച ഖബർസ്ഥാനൊന്നും അവർ സന്ദർശിക്കൂല. മറിച്ച് അവർ പുണ്യഗേഹങ്ങളാണ് അല്ലെങ്കിൽ പുണ്യസ്ഥലങ്ങളാണ് എന്ന് പറയപ്പെടുന്ന അജ്മീർ, നാഗൂർ, മുത്തുപേട്ട, ഇങ്ങനെ ഒരു ടൂറ്, സിയാറത്ത് ടൂർ എന്നാണ് അതിന് പറയുക. അങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ട് പലപ്പോഴും അവർ പ്രാർത്ഥിക്കുന്നത് മക്കൾക്ക് സാമ്പത്തികമായ ഭദ്രതയുണ്ടാകാനും ദുനിയാവിലെ കാര്യങ്ങളായിരിക്കും കൂടുതൽ ഇത്തരത്തിലുള്ള ആളുകൾ പറയുക. പ്രയാസങ്ങൾ മാറാനൊക്കെ ആയിരിക്കും ചിലപ്പോൾ യാത്ര പോകുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെ ദുനിയാവ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെയുള്ള സിയാറത്തും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് 3 പള്ളിയിലേക്ക് യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് മസ്ജിദുൽ ഹറമാണ്,
മസ്ജിദുൽ ഹറാം എന്ന് നമ്മൾ പറയുന്ന കഅബ സ്ഥിതി ചെയ്യുന്ന മക്കയിലേക്ക്, മറ്റൊന്ന് മദീനയിലെ പള്ളി മസ്ജിദുൻ നബവി, മൂന്നാമത്തെ പള്ളി മസ്ജിദുൽ അഖ്സയാണ്, ഫലസ്തീനിലുള്ള പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ. ഈ 3 പള്ളിയിലേക്ക് നമ്മൾ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പാടുള്ളൂ. അതല്ലാത്ത മറ്റു സ്ഥലങ്ങളൊക്കെ മനുഷ്യരായ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഈ 3 സ്ഥലങ്ങൾക്ക് പ്രത്യേകത അള്ളാഹു കൽപ്പിച്ചതാണ്. മറ്റു പള്ളികളൊക്കെ ഒരേ കൂലിയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മറിച്ച് നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ദുനിയാവിനും പരലോകത്തിനും ആഖിറത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. അപ്പോൾ ദുനിയാവ് വേണ്ട എന്നല്ല, ദുനിയാവ് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം, ആഖിറത്തിന് കോട്ടം തട്ടാത്ത രൂപത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് തൊട്ടടുത്ത ആയത്തിൽ പറയുന്നത്, വമിന്നുഹും, എന്നാൽ അവരിലുണ്ട് മയ്യഖൂലു, പ്രാർത്ഥിക്കുന്നവർ. എങ്ങനെയാണ് അവർ പ്രാർത്ഥിക്കുക? റബ്ബന ആതിനാ ഫിദ്ദുന്യാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഹസനത്ത് നൽകണേ, നന്മ നൽകണേ, ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും അധികമുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദുനിയാവ് വേണ്ട, ദുനിയാവ് ഉപേക്ഷിക്കണം എന്നൊരിക്കലും അള്ളാഹു പറഞ്ഞിട്ടില്ല. മറിച്ച് ദുനിയാവിലെ ഹസനത്തും വേണം, ആഖിറത്തിലെ ഹസനത്തും വേണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് നല്ലവർ. ദുനിയാവിലെ കാര്യങ്ങൾ മാത്രം ചോദിക്കുന്നത് ശരിയല്ല, അവർക്ക് പരലോകത്ത് ഓഹരിയില്ല എന്നാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഈ 2 ലോകത്തിനും വേണ്ടി, 2 ലോകത്തിൻ്റെ നന്മയും ചോദിക്കുന്ന ആളുകൾക്ക് എന്താ ലഭിക്കുക? ഉലൈക ലഹും നസീബും മിമ്മാ കസബു, അവർക്ക് അവർ സമ്പാദിച്ചതിൽ നിന്ന് വലിയ ഒരു ഓഹരി അള്ളാഹു പ്രതിഫലമായി നൽകുന്നതാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നത് മതപരമായ വിദ്യാഭ്യാസം എന്തായാലും കൊടുക്കണം, അതിനെക്കുറിച്ചല്ല. ഭൗതികമായ വിദ്യാഭ്യാസം, ഒരു ജോലി കിട്ടണം, അത്യാവശ്യം സമ്പാദ്യമുണ്ടാകണം, കുടുംബത്തെ നോക്കാൻ പണമുണ്ടാകണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ കുട്ടിക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നത് അള്ളാഹു വിരോധിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ ദീനിനെ നമ്മൾ മറക്കാതിരുന്നാൽ മതി എന്നാണ് പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പുതിയ കോഴ്സൊക്കെ തിരഞ്ഞെടുക്കുന്ന ഈ സന്ദർഭത്തിൽ, റിസൾട്ടൊക്കെ വരുന്ന ഈ സന്ദർഭത്തിൽ, അവർ കോളേജ് മാറിയും സംസ്ഥാനം മാറിയും ഒക്കെ പലപ്പോഴും പഠിക്കാൻ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന കുട്ടികളാണ്. എപ്പോഴും നമ്മുടെ തണലിൽ തന്നെ പഠിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, അതിനുള്ള സ്ഥാപനങ്ങളും ചിലപ്പോൾ നമ്മുടെ നാടുകളിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ കുട്ടിക്ക് ആഗ്രഹമുള്ള കോഴ്സും അവൻ ആഗ്രഹമുള്ള ജോലി ചെയ്യാനുമൊക്കെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്വേഷിച്ചു കൊണ്ടുപോകുമ്പോൾ അവനെ തടയുക എന്നുള്ളത് എപ്പോഴും ശരിയായ കാര്യമായി കൊള്ളണമെന്നില്ല. പക്ഷേ ഈ കുട്ടികൾക്ക്, നമ്മുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം തേടി നമ്മെ വിട്ടുപോകുന്ന മറ്റ് ക്യാമ്പസുകളിലേക്കും കോളേജുകളിലേക്കുമൊക്കെ പോകുന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു അറിവുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് കുട്ടിക്ക് കൃത്യമായ ബോധ്യം നമ്മൾ നൽകേണ്ടതുണ്ട്. പരീക്ഷയിൽ വിജയിക്കുന്നതും പരാജയപ്പെടുന്നതും ഒന്നുമല്ല യഥാർത്ഥത്തിലുള്ള വിജയം. മോനെ, നീ പഠിച്ച് വലിയ ജോലി നിനക്ക് ലഭിച്ച് അത് മുഖേന നീ ഞങ്ങളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ നോക്കുന്നതല്ല ഞങ്ങൾ ഏറ്റവും അധികം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മറിച്ച് ഞാനും മോനും മോളുമൊക്കെ മരണപ്പെട്ട് അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ മോൻ വിജയിക്കുകയാണെങ്കിൽ അതാണ് ഉപ്പയെ സംബന്ധിച്ചിടത്തോളം, ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് നമ്മുടെ മക്കളോട് പറയാൻ നമുക്ക് കഴിയണം. ആ ഒരു ബോധം നമ്മുടെ കുട്ടികൾക്കുണ്ടാകണം. മരണാനന്തര ജീവിതം, പരലോക ജീവിതമെന്ന് പറയുന്ന ആ യാഥാർത്ഥ്യം, അവിടെ പരാജയപ്പെട്ടാൽ അതാണ് യഥാർത്ഥത്തിലുള്ള പരാജയമെന്നും അവിടെ വിജയിച്ചാൽ അതാണ് യഥാർത്ഥത്തിലുള്ള വിജയമെന്നും എന്നുള്ളൊരു ബോധം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. അത് കുട്ടികളോട് ഇപ്പം അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറയണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും കുട്ടികളോട് മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കും, ഫീസിനെ കുറിച്ചും
കോളേജിനെ കുറിച്ചും മറ്റു ദുനിയാവിലെ സൗകര്യങ്ങളെക്കുറിച്ചും നിനക്ക് എന്താ ആവശ്യമുള്ളത്, മാസത്തിൽ എത്ര പണം നിനക്ക് ആവശ്യമായി വരും, ഇതൊക്കെ നമ്മൾ സംസാരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ദീനിൻ്റെ ഈ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചും സംസാരിക്കണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ലുഖ്മാനുൽ ഹക്കീം, അദ്ദേഹം പ്രവാചകനാണോ അല്ലേ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. ലുഖ്മാനുൽ ഹക്കീം എന്നാണ് തഫ്സീറിലൊക്കെ പ്രയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം മകൻ ഒരുപാട് ഉപദേശം കൊടുക്കുന്നുണ്ട്. അതിലൊരു ഉപദേശം നോക്കൂ നിങ്ങൾ. യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, കാര്യം ഒരു കടുകുമണിയുടെ അത്രയുള്ളെങ്കിലും ശരി, ഫതകുൻ ഫീ സുഖ്റത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള്, അത് എവിടെ പോയി ഒളിപ്പിച്ച് വെച്ചാലും, നീ ചെയ്യുന്ന ഒരു കാര്യം അതെങ്ങനെ രഹസ്യമാക്കി വെച്ചാലും, അതൊരു പാറകൾക്കുള്ളിൽ ഒളിപ്പിച്ചാലും ആകാശത്തിലോ ഭൂമിയിലോ, ഇതാണല്ലോ ഈ പ്രപഞ്ചം, അതിലെ എവിടെ നീ ഒളിപ്പിച്ചാലും ശരി, അത് അള്ളാഹു കൊണ്ടുവരിക തന്നെ ചെയ്യും, അത് അള്ളാഹു കണ്ടുപിടിക്കും. അത് മകന് ലുഖ്മാനുൽ ഹക്കീം പറയാണ്, മോനെ നീ എന്ത് ചെയ്താലും അള്ളാഹു കാണും, അള്ളാഹു അറിയും കേട്ടോ, അതുകൊണ്ട് എൻ്റെ മോൻ എവിടെയായിരുന്നാലും പടച്ച റബ്ബിനെ സൂക്ഷിക്കണം കേട്ടോ എന്നാണ് ആ പറയുന്നത്. അപ്പം ഇത് നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. കാരണം അവർ എവിടെയായിരുന്നാലും, അവരുടെ നാട്ടുകാരും കൂട്ടുകാരും ബന്ധുക്കളൊന്നും ഇല്ലെങ്കിലും, അവർ ഹോസ്റ്റലിലും കൂട്ടുകാരുടെ കൂടെയൊക്കെയാണ് താമസിക്കുന്നതെങ്കിലും അവർക്കൊരു ബോധം ഉണ്ടാകണം. ഒരു ലഹരി വസ്തു ഉപയോഗിക്കാൻ തൻ്റെ കൂട്ടുകാർ തന്നെ പ്രേരിപ്പിച്ചാൽ എന്നെ പടച്ച റബ്ബ് കാണുന്നുണ്ട്. മദ്യം ഉപയോഗിക്കാൻ വേണ്ടി അവൻ്റെ ഹോസ്റ്റലിലെ മറ്റുള്ള ആളുകൾ പരിശ്രമിച്ചാൽ, ഇല്ല, ഞാൻ ഇത്രയും കാലം അത് ഉപയോഗിക്കാതിരുന്നു, അത് എൻ്റെ ഉപ്പയെ പേടിച്ചിട്ടോ ഉമ്മയെ പേടിച്ചിട്ടോ മഹലിനെ പേടിച്ചിട്ടോ നാട്ടുകാരെ പേടിച്ചിട്ടോ അല്ല, എന്നെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, എനിക്ക് ഈ കഴിവുകളൊക്കെ നൽകിയ എൻ്റെ റബ്ബിനെ ഭയന്നുകൊണ്ടാണ്, പരലോകം എന്നൊരു ബോധം എനിക്കുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് കുട്ടിക്ക് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയണം. അതിന് നമ്മൾ കുട്ടികൾക്ക് വളരെ ശക്തമായിട്ട് തന്നെ ഇങ്ങനെയുള്ള മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരോട് നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു മാതാവ് എന്ന നിലയിൽ, ഒരു പിതാവ് എന്ന നിലയിൽ മക്കളോട് നമുക്ക് ചെയ്യാനുള്ള വലിയ ബാധ്യതയാണത്. മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ഭാര്യമാർ വലിയ സ്വഹാബികൾ മറ്റു സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകുമ്പോൾ, നിങ്ങൾ ഹറാമായ രൂപത്തിൽ സമ്പാദിക്കരുത്, ഞങ്ങൾ വിശന്നിട്ടാണെങ്കിലും ഇവിടെ ജീവിച്ചു കൊള്ളാം, നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിനെ മറന്നുകൊണ്ട് സമ്പാദിക്കരുത് എന്ന് ഉപദേശിക്കാറുണ്ട് വലിയ ആൾക്കാരോട്. അപ്പം ഇതേപോലെ നമ്മുടെ മക്കളോട് എവിടെയായിരുന്നാലും നിസ്കരിക്കണം, അള്ളാഹുവിനെ ഓർക്കണം, പാപ്പയും ഉമ്മയെയും പേടിച്ചിട്ടല്ല നീ നന്നാവേണ്ടത്, നിന്നെ സൃഷ്ടിച്ച പടച്ച റബ്ബിനെ ഓർത്തിട്ടാണ് നീ നന്നാവേണ്ടത് എന്ന് മകനാകട്ടെ മകളാകട്ടെ ഈ ഒരു ബോധം ഒരു രക്ഷിതാവെന്ന നിലക്ക് മക്കൾക്ക് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ഒരു പിതാവ് നൽകിയിട്ടില്ലെങ്കിൽ തീർച്ചയായും അതിൻ്റെ പേരിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. രണ്ടാമത്തെ കാര്യം, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ആ പഠിക്കാൻ പോകുന്ന കോഴ്സിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ബോധമുണ്ടാകണം. പ്രത്യേകിച്ച് വലിയ കുട്ടികളാണല്ലോ, ഒരു +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ആ സമയത്തുള്ള കുട്ടികളാണ് പലപ്പോഴും മറ്റു സ്ഥലങ്ങളിലൊക്കെ പഠിക്കാൻ പോവുക. അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായും കുട്ടിക്ക് അവൻ പഠിക്കാൻ പോകുന്ന കോഴ്സിനെ കുറിച്ചും അത് പഠിച്ചു കഴിഞ്ഞാൽ അവന് ലഭിക്കാൻ പോകുന്ന ജോലിയെക്കുറിച്ചുമൊക്കെ ഒരു ധാരണ ഉണ്ടാകണം. അത് രക്ഷിതാക്കൾ ചോദിക്കണം, നീ പഠിക്കാൻ പോകുന്ന കോഴ്സ് എന്താണ്, അത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ജോലിയാണ് നിനക്ക് കിട്ടുക എന്ന് രക്ഷിതാക്കൾ ചോദിക്കുകയും അതിന് കൃത്യമായ മറുപടി പറയാൻ കഴിയുന്ന കുട്ടിയാണെങ്കിൽ നമ്മൾ ആ കോഴ്സിന് വിട്ടാൽ മതി. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അവൻ്റെ സുഹൃത്ത് ഏത് കോഴ്സിനാണോ പോകുന്നത് അതിന് വിടുക, കൂട്ടുകാരി എവിടെയാണോ പഠിക്കാൻ പോകുന്നത് അതിന് പോയിക്കോട്ടെ എന്നാണ് പലപ്പോഴും പറയാറ്. അതുകൊണ്ടുണ്ടാകുന്ന അപകടം എന്തെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ആ കോഴ്സ് കഴിഞ്ഞ് പുറത്ത് വന്നതിന് ശേഷമാകാം നമ്മൾ അറിയുന്നത് ആ കോഴ്സ് ഒരു മുസ്ലിമിന് അല്ലെങ്കിൽ ആ ഒരു ജോലി മുസ്ലിമിന് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ്, അതേപോലെ തന്നെ ഹെയർ ഹോസ്റ്റസ് ഒക്കെ ആകാൻ പോകുന്ന കുട്ടികളുണ്ട്.
ഇതൊന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം ഒരുപാട് ഫീസ് കൊടുത്ത് സമ്പത്ത് ചിലവഴിച്ച് പഠിച്ചു വന്ന് മറ്റുള്ള കൂട്ടുകാരിയെയും കൂട്ടുകാരനെയും ഒക്കെ ഫോളോ ചെയ്ത് നമ്മൾ പുറത്തിറങ്ങി വരുമ്പോഴാണ് നമുക്ക് ബോധം ഉണ്ടാകുക ഇത് മുസ്ലിമായ നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ അറിയുമ്പോൾ ചില ആളുകൾക്ക് അതിൽ നിന്ന് പിന്നീട് പിന്മാറാൻ കഴിയില്ല. അവർ വിചാരിക്കുക എന്താ, ഞങ്ങൾ ഒരുപാട് പണം മുടക്കി, ഇനിയിപ്പോൾ ഈ ജോലി ചെയ്യാതിരിക്കുക അങ്ങനെ ജോലിയാണ് ചെയ്യും. അവസാനം എന്താ സംഭവിക്കുക? മരിച്ചു പോകുമ്പോൾ പരലോകത്തെത്തുമ്പോൾ ആ കുട്ടി നരകാവകാശിയായി തീർന്നിട്ടുണ്ടാവും. ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ ദുനിയാവിലെ 1, 2, 3, 4, 5 ഒക്കെ ലക്ഷത്തിൻ്റെ നഷ്ടത്തിന് പകരം നമ്മൾ വീണ്ടും ആ കുട്ടിയെ വലിയ നഷ്ടത്തിലേക്ക് തള്ളിവിടുകയാണ്. അപ്പം അതിൻ്റെ മുമ്പ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി അറിഞ്ഞിരിക്കണം, ഇന്ന കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ജോലിയാണ്, ആ ജോലി ഇസ്ലാമികമാണോ, ഇസ്ലാമികപരമായി അത് ചെയ്യാൻ പറ്റുമോ, അള്ളാഹുവിന് അത് ഇഷ്ടമാണോ, ഹലാലാണോ, അതിന് ശേഷം പൂർണ്ണമായ തൃപ്തിയോടുകൂടി ആ ജോലിക്ക് പറഞ്ഞയക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയാണെങ്കിൽ തീർച്ചയായും അവനൊരു ആത്മവിശ്വാസത്തോടു കൂടി അത് പഠിക്കാനും അതിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാനും അവന് ഹലാലായ രൂപത്തിൽ സമ്പാദിക്കാനും നമ്മുടെ കുടുംബത്തെയൊക്കെ നോക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, പക്ഷേ അവരുടെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ്? അവരുടെ സമ്പാദ്യം ഹറാമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ കാരണമായി പറഞ്ഞത്. അത് വളരെ പ്രാധാന്യപൂർവം നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഹലാലായ ജോലിയാണെങ്കിൽ തന്നെ അതിൽ തന്നെ അനർഹമായ രൂപത്തിൽ സമ്പാദിക്കാൻ പാടില്ല മോനെ എന്നും നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ഡോക്ടറാണ്, ഹലാലായ ജോലിയാണ്, പക്ഷേ ഒരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ കൈക്കൂലി വേണമെന്ന് പറഞ്ഞാൽ അത് ഹറാമായി. അങ്ങനെ എത്രയോ ഹറാമായ സമ്പാദ്യം ഉപയോഗിക്കുന്ന ആളുകൾ നമുക്കിടയിൽ. എഞ്ചിനീയറാണ്, ഡോക്ടറാണ്, ഞാൻ പഠിച്ചപ്പോൾ എത്ര സമ്പത്ത് എനിക്ക് ചിലവഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കണം. ഇതൊക്കെയാണ് കാരണം പറയുന്നത്. അള്ളാഹുവിൻ്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയുകയില്ല. അത് മുഴുവൻ ഹറാമാണ്. അവനെ ചുറ്റിപ്പറ്റി കഴിയുന്നവർ മുഴുവൻ ഭക്ഷിക്കുന്നത് ഹറാമാണ്. അവൻ്റെ സമ്പാദ്യത്തിൽ നിന്നാണ് അവൻ്റെ ഉപ്പയും ഉമ്മയും ഭാര്യയും മക്കളുമൊക്കെ ഭക്ഷിക്കുന്നതെങ്കിൽ അത് ഹറാമാണ്. അപ്പോൾ അത് കുട്ടികൾക്ക് ബോധമുണ്ടാക്കി കൊടുക്കണം. നമ്മൾ ഏത് ജോലിയാണ് എടുക്കുന്നതെങ്കിലും അതിലൊരിക്കലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ നമ്മൾ ഒരു പൈസ പോലും സമ്പാദിക്കാൻ പാടില്ല. മറ്റൊന്ന്, നമ്മൾ പഠിക്കാൻ പോകുന്ന വിദ്യാഭ്യാസ സ്ഥാപനം, അതിനെക്കുറിച്ച് നമ്മൾ നന്നായി അന്വേഷിക്കണം. നമസ്കരിക്കാനും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ഖുതുബക്ക് ഒക്കെ പോകാൻ കഴിയാത്ത സ്ഥാപനമാണെങ്കിൽ വലിയ പ്രയാസമുണ്ടാക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഉത്ബോധനങ്ങൾ കേൾക്കാത്ത ആളുകൾ പെട്ടെന്ന് കേടുവരുന്നതാണ്, കപടവിശ്വാസിയായി മാറുന്നതാണ്. അപ്പോൾ 1, 2, 3 വർഷത്തിൻ്റെ ഒക്കെ ഒരു കോഴ്സിന് പോകുന്ന ഒരു വിദ്യാർത്ഥി കുറേ കാലം ജുമാ കേൾക്കാതെ, ഖുതുബ കേൾക്കാതെ, ക്ലാസ് കേൾക്കാതെ ജീവിച്ച് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവന് ദീൻ ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരാഴ്ചയിൽ നമുക്ക് ഖുതുബ അള്ളാഹുവിൻ്റെ റസൂൽ നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ദീൻ അതാണ്. ആ ഒരാഴ്ചത്തെ പ്രസംഗം കൊണ്ട് ഞങ്ങൾക്ക് അടുത്ത ആഴ്ച വരെ ഈമാൻ നിലനിർത്താൻ കഴിയുമായിരുന്നു എന്നാണ് സ്വഹാബത്ത് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഖുതുബക്കും അല്ലെങ്കിൽ ഒരു ക്ലാസ്സിനൊന്നും ഇടയ്ക്കൊക്കെ പോകാൻ കഴിയാത്തൊരു സ്ഥാപനത്തിൽ കുറേ കാലം താമസിച്ച് പഠിച്ചാൽ ഒരു പക്ഷേ കുട്ടി കേടുവരാൻ സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് കൂടുതൽ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളതെങ്കിൽ, കുറച്ച് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കുറഞ്ഞാലും ശരി, അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ കുട്ടിക്ക് നല്ലത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ കുട്ടി നല്ല ജോലിയും പണവുമൊക്കെയായി വരും, പക്ഷേ നമുക്ക് പരലോകമുണ്ടാവുകയില്ല എന്ന ഗൗരവമേറിയ ബോധം മാതാപിതാക്കൾക്കുണ്ടാകണം. അത് നമ്മൾ മുസ്ലിങ്ങളായ എല്ലാ ആളുകളും കണിശത പാലിച്ചാൽ എല്ലാ സ്ഥാപനങ്ങളും അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കും. നമ്മളെന്താന്ന് ചോദിച്ചാൽ നിസ്കരിക്കാൻ സൗകര്യമില്ല എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് ആളുകൾ അങ്ങനെ ആകുന്നത്. അപ്പം അങ്ങനത്തെ സ്ഥാപനങ്ങൾ തന്നെ ഉണ്ട്, ധാരാളം അമുസ്ലിമീങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾ തന്നെയുണ്ട്. നമുക്ക് നിസ്കരിക്കാനും മറ്റുമൊക്കെ സൗകര്യം ചെയ്ത് നൽകുന്ന
സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ കൃത്യമായി അന്വേഷിച്ച് കുട്ടികളെ മറ്റു സ്ഥലങ്ങളിലേക്ക് പഠിക്കാൻ വിട്ടിട്ടില്ല എങ്കിൽ നേരത്തെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ദുനിയാവ് മാത്രം ഉണ്ടാവുകയുള്ളൂ, പരലോകം നഷ്ടപ്പെടും എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന്, വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾ ക്യാമ്പസിലെത്തിക്കഴിഞ്ഞാൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന വ്യത്യസ്ത ആശയങ്ങളുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. അവിടെ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടാകും. അതേപോലെ തന്നെ ലിബറൽ ചിന്തകൾ, ഒരു 18 വയസ്സായി കഴിഞ്ഞാൽ നീ സ്വതന്ത്രനാണ്, അതുകൊണ്ട് നിൻ്റെ കാര്യം നോക്കാൻ നിൻ്റെ കുടുംബത്തിൻ്റെയും അതേപോലെ തന്നെ മറ്റുള്ളവരുടെയും ഇനി ആവശ്യമില്ല, നീ തന്നെയാണ് നിൻ്റെ കാര്യം തിരഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മാതാവിനെയും പിതാവിനെയും ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതേപോലെ മതപരമായ കാര്യങ്ങളൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിരീശ്വരവാദ ചിന്തകളിലേക്കൊക്കെ കൊണ്ടുപോകാൻ കാത്തു നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള കൂട്ടുകെട്ട് പാടില്ല എന്നൊക്കെ മക്കളെ ഉപദേശിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാണ്. അപ്പോൾ കൂട്ടുകാർ വലിയ സ്വാധീനം ഉണ്ടാക്കും ഒരു കുട്ടിയെ നന്നാക്കുന്നതിനും കേടുവരുത്തുന്നതിനും. അപ്പോൾ അവർ വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് അവരുടെ വസ്ത്രധാരണത്തിനും മറ്റുമൊക്കെ നാട്ടിൽ നിന്ന് പോയപ്പോഴുള്ളതല്ലാത്ത വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അറിയണം, അവിടെ അവൻ്റെ കൂട്ടുകാരും ആ ക്യാമ്പസും അവനെ കേടുവരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കണ്ടുപിടിച്ച് പ്രതികരിക്കാൻ നമുക്ക് കഴിയണം. അപ്പം വലിയ കുട്ടിയായില്ലേ, ഇനിയിപ്പോൾ അത് പറയണോ എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും നിൽക്കാൻ പാടില്ല, പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൂടെ യുദ്ധത്തിന് വന്ന സ്വഹാബത്ത് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഉളു എടുക്കുകയാണ്. ഉളു എടുത്തപ്പോൾ മടമ്പുകാലിൻ്റെ അവിടെ കുറച്ച് ഭാഗം നനയാതെ പെട്ടെന്ന് സൊഫിലേക്ക് വരുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞു, വൈലുലില്ല അഖാബ്, നിൻ്റെ മടമ്പുകാലിന് നാശം, നീ അത് പോയി കൃത്യമായി ഉളു എടുത്തു വാ എന്ന് പറഞ്ഞു എന്നാണ്. റസൂലുള്ള വിചാരിക്കുകയാണ് എൻ്റെ കൂടെ യുദ്ധത്തിന് വന്ന സ്വഹാബിയാണ്, ഇപ്പോൾ ആ സ്വഹാബിയെ വെറുപ്പിക്കണ്ടെന്നല്ല, ഉള്ളത് പോലെ പറയണം. എന്ന പോലെ നമ്മുടെ മക്കളാണ്, വലിയ കുട്ടികളായി വിചാരിച്ച് പറയാതെ കണ്ടത് പറയണം. അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. അതൊക്കെ പറയുന്നത് നരകശിക്ഷയിൽ നിന്ന് എൻ്റെ കുട്ടി രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ. അപ്പം അത് നമ്മുടെ മനസ്സിൽ ബോധത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയുന്നതിന് യാതൊരു മടിയും ഉണ്ടാവുകയില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ വലിയ പ്രതീക്ഷയുമായി ഈ ഭൗതിക ലോകത്ത് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ഓട്ടത്തിനിടയിൽ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളുമൊന്നും കാര്യഗൗരവത്തിൽ നമ്മൾ എടുത്തില്ല എങ്കിൽ നമ്മൾ ഏറെ സ്നേഹിക്കുന്ന, നമ്മളേറെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, നമ്മുടെ എല്ലാമായി കാണുന്ന ജീവിതത്തിലെ നമ്മുടെ ദുനിയാവിലെ വലിയ അനുഗ്രഹമായ നമ്മുടെ മക്കൾ നമുക്ക് ഫിത്നയായി മാറും, കുഴപ്പമായി മാറും, പരീക്ഷണമായി മാറും, പ്രയാസമായി മാറും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഈ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന സമയത്ത് രക്ഷിതാക്കളെന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന മക്കളെ നൽകിക്കൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഊസീക്കും ഇയ്യായ സാനിയം ബി തഖ്വല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്. നമ്മൾ സൂചിപ്പിച്ചത് പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മക്കളെ വ്യത്യസ്തങ്ങളായ കോളേജുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമൊക്കെ പറഞ്ഞയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. മറ്റൊന്ന്, നമ്മുടെ മദ്രസ പഠനം അതെത്രത്തോളം കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം നമ്മൾ പഠിപ്പിക്കണം. ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്, നമുക്കറിയാം. സ്കൂളുകളും ട്യൂഷനും മറ്റുമൊക്കെയായി പലപ്പോഴും പലർക്കും തിരക്കാണ്. പക്ഷേ നമുക്ക് എത്രയാണോ കഴിയുന്നത് അത്രത്തോളം നമ്മൾ പഠിപ്പിക്കണം നമ്മുടെ മക്കളെ.
വലിയ സ്വാധീനം നമ്മുടെ മക്കളിൽ മദ്രസ പഠനമുണ്ടാക്കും. ഒരു പക്ഷേ നമ്മുടെ ഈ ഉപദേശങ്ങളൊക്കെ നമ്മുടെ കുട്ടിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും അവനേത് സാഹചര്യത്തിൽ പോയാലും തെറ്റ് ചെയ്യാതെ ജീവിക്കാനും ഒക്കെയുള്ള ഒരു അറിവ് മദ്രസ കാലഘട്ടങ്ങളിൽ കിട്ടാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മൾ നോക്കൂ, നിങ്ങൾ ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ 5 ലക്ഷം 10 ലക്ഷമൊക്കെ കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ മദ്രസയിലോ ഒരു 100 രൂപ 150 രൂപയാക്കുകയാണെന്ന് പറയുമ്പോഴേക്കും നമുക്ക് വിഷമമാണ്. നമ്മുടെ മദ്രസ അധ്യാപകരായിരിക്കും ഏറ്റവും ചെറിയ ശമ്പളത്തിന് ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ജോലി ചെയ്യുന്നവർ. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ആ വിദ്യാഭ്യാസത്തെ കണ്ടിട്ടുള്ളത്. ശരിക്കത് ശരിയല്ല. നമ്മൾ നല്ല രൂപത്തിൽ പരിഗണിക്കും. പ്രത്യേകിച്ചും മദ്രസയിൽ കുട്ടികളെ ചേർത്തുന്ന ഒരു സമയം കൂടെയാണത്. പലപ്പോഴും മദ്രസ ഉള്ള സ്കൂളുകളൊക്കെ അന്വേഷിച്ച് പോകുന്ന ആളുകളുണ്ട്. സ്കൂളുകളിലൊന്നും വേണ്ടത്ര രൂപത്തിൽ ചിലപ്പോൾ അത് കിട്ടിക്കൊള്ളണമെന്നില്ല. കിട്ടുന്ന സ്കൂളുകളുണ്ടെങ്കിൽ ഹൈറാണ്. ഇല്ലെങ്കിൽ നമ്മുടെ മദ്രസയിൽ ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കണം. ഇപ്പോൾ ഇവിടുത്തെ മദ്രസയുടെ അഡ്മിഷൻ്റെ കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട്. വിഷയത്തിൽ വന്നതുകൊണ്ട് ഓർമ്മപ്പെടുത്താണ്. 13-ാം തീയതി ഇവിടെ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളെ തീർച്ചയായും നമ്മൾ മദ്രസയിൽ ചേർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ സലക ത്വരീഖൻ യത്ലുബു ഫീഹി ഇൽമൻ. അള്ളാഹുവിൻ്റെ ദീൻ അന്വേഷിച്ച് പോയാൽ മതി. അത് പഠിച്ച് വലിയ ആളാകണം എന്നല്ല. അത് അന്വേഷിച്ച് പുറപ്പെട്ട ഒരാൾക്ക് നോക്കൂ നിങ്ങൾ, സലക്കല്ലാഹു ബിഹി ത്വരീഖൻ മിൻ തുറുക്കിൽ ജന്ന. അത് സ്വർഗത്തിലേക്കുള്ളൊരു വഴിയാണെന്നാണ്. വ ഇന്നൽ മലായികത ലതളഉ അജ്നിഹതഹാ ലിത്വാലിബിൽ ഇൽം. അള്ളാഹുവിൻ്റെ മലക്കുകൾ അവർക്ക് കാരുണ്യത്തിൻ്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കും ഒരു തോലിബുൽ ഇൽമിന്, അറിവ് അന്വേഷിക്കുന്ന കുട്ടിക്ക്. വ ഇന്നൽ ആലിമ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള് വൽ ഹീതാനു ഫീ ജൗഫിൽ മാ. നോക്കൂ നിങ്ങൾ, ആകാശഭൂമികളിലുള്ളതെല്ലാം അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും. സമുദ്രത്തിൻ്റെ അടിയിലുള്ള വെള്ളത്തിൻ്റെ അടിയിലുള്ള മത്സ്യങ്ങൾ പോലും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഏറ്റവും വലിയ അറിവ്. നമ്മളിപ്പോൾ ഭൗതിക വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അത് നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യമായതുകൊണ്ട് പറയാണ്. പക്ഷെ അതിനേക്കാൾ വലിയ അറിവ് അള്ളാൻ്റെ ദീൻ തന്നെയാണ്. അത് നമ്മൾ ഒരിക്കലും വിട്ടുകളയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ഒരു ഉപദേശം ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, നീ 100 തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറയുക. അതിൻ്റെ കൂലി എന്താണെന്ന് നിനക്കറിയുമോ? നീ 100 അടിമകളെ മോചിപ്പിക്കുന്നതിനേക്കാൾ പ്രതിഫലമുണ്ട് നീ ഒരു ദിവസം പറയുന്ന സുബ്ഹാനല്ലാഹ്ക്ക് എന്നാണ്. ഈ ദുനിയാവിൽ എത്ര വലിയ ജോലിയും സമ്പാദ്യവും സാലറിയൊക്കെ കിട്ടിയാലും ശരി, നമ്മൾ ചൊല്ലുന്നൊരു സുബ്ഹാനല്ലാഹ്ക്ക് അത് തുല്യാകൂല, ഒരു അൽഹംദുലില്ലാഹ്ക്ക് അത് തുല്യാകൂല. അപ്പോൾ നമ്മൾ ഈ ഭൗതിക വിദ്യാഭ്യാസമൊക്കെ പഠിപ്പിച്ച് അള്ളാഹു ഇല്ല, അള്ളാഹുവിൻ്റെ ദീനില്ല, മതമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ തിരിച്ചു വരുന്നതെങ്കിൽ അറിയുക, ആ അറിവ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മറിച്ച് അള്ളാഹിനെക്കുറിച്ച് ഓർക്കുകയും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുകയും ഒക്കെ ചെയ്തതോടൊപ്പം ദുനിയാവ് എടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പവുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ കുട്ടികളെ നമ്മൾ ദീനി സദസ്സുകളിൽ പങ്കെടുപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ സമ്മേളനം നടക്കുന്ന സന്ദർഭമാണ്. സൊല്യൂഷൻ എന്ന പേരിൽ അവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ സമാപനമാണ് ഈ ഞായറാഴ്ച. നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് 2 ബസ് പുറപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ കുട്ടികളെ നമ്മൾ പങ്കെടുപ്പിക്കുന്നതും കുട്ടികൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതന്നാകണമെന്നില്ല. നമ്മുടെ നാടുകളിലൊക്കെ വെക്കേഷൻ സമയത്ത് മതം പഠിപ്പിക്കുന്ന 1 മണിക്കൂറൊക്കെ ഉള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി എന്നാണ് തുടങ്ങുന്നത്. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി, അല്ലാഹുവേ എൻ്റെ ദീനിനെ നീ നന്നാക്കണമേ. അല്ലദീ ഹുവ ഇസ്മത്തു അംരി. നോക്കൂ നിങ്ങൾ, അതാണ് എൻ്റെ എല്ലാ കാര്യങ്ങളുടെയും ഇസ്മത്ത്, സംരക്ഷണം നൽകുന്നത്. എന്നിട്ടാണ് പിന്നെ ദുനിയാവിനെ പറ്റി പ്രാർത്ഥിക്കുന്നത്. വഅസ്ലിഹ് ലി ദുനിയായ അല്ലതി ഫീഹാ മആശി വഅസ്ലിഹ് ലി ആഖിറതി അല്ലതി ഫീഹാ മആദി വജഅലിൽ ഹയാത സിയാദതൻ ലി ഫീ കുല്ലി ഖൈർ വജഅലിൽ മൗത റാഹതൻ ലി മിൻ കുല്ലി ശർർ. എൻ്റെ ദുനിയാവിലെ മആയിഷ്,
അതേപോലെ തന്നെ എനിക്ക് ആഖിറത്തിലുള്ള വിഭവങ്ങൾ, എനിക്ക് ഖൈറും അതേപോലെ തന്നെ ഷെറിൽ നിന്നുള്ള മോചനമൊക്കെ നീ നൽകണേന്ന് ഒരാൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ മുമ്പ് അതൊക്കെ കിട്ടണമെങ്കിൽ അയാളുടെ ദീന് ശരിയാകണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനയിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ദീന് വിട്ടിട്ട് ദുനിയാവിൻ്റെ പിന്നിൽ ഓടാൻ പാടില്ല. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ലിഅന്ന മൻ ഫസദ ദീനഹു, ഒരാളുടെ ദീന് ഫസാദായാൽ ഫഖദ് ഖാബ വ ഖസിറ, അവൻ നഷ്ടക്കാരനായി, ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും പരലോകത്ത്. അപ്പോൾ ഇനി വലിയ എഞ്ചിനീയറായി ഡോക്ടറായി ഒരു കാര്യമല്ല, അവൻ എന്ത് വലിയ ജോലി നേടിയെടുത്തിട്ട് ഒരു കാര്യമല്ല, അവന് ദീനില്ലെങ്കിൽ. അതുകൊണ്ടാണ് വസ്സുവാലുല്ലാ, അതുകൊണ്ടാണ് അള്ളാഹിനോട് ആദ്യം ചോദിക്കാൻ പറഞ്ഞ ഇസ്ലാഹുദ്ദീൻ, ദീന് നന്നാക്കണേന്ന് പ്രാർത്ഥനയിൽ ആദ്യം വന്നത്. പിന്നെയാണ് ദുനിയാവിൻ്റെ കാര്യമൊക്കെ ചോദിക്കണത്. ദീന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കണം. മാത്രമല്ല നമുക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, അതിനേക്കാൾ വലിയ സൗഭാഗ്യം എന്താണ് സുഹൃത്തുക്കളെ? നമുക്ക് കോടിക്കണക്കിന് പണം കൊണ്ടുവന്ന് നൽകുന്നതിനേക്കാൾ നല്ലത്, ഒന്നും നൽകിയില്ലെങ്കിലും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ മാത ഇബ്നു ആദം, ആദമിൻ്റെ സന്തതി മരണപ്പെട്ടാൽ ഇൻഖത അൻഹു അമലുഹു, അവൻ്റെ അമലുകൾ അവനിൽ നിന്നും മുറിഞ്ഞു പോകുന്നതാണ്. ഇല്ലാ മിൻ സലാസിൻ, 3 കാര്യങ്ങൾ ഒഴികെ. സ്വദഖത്തിൻ ജാരിയ, ഒന്ന് ജാരിയായ സ്വദഖയാണ്. ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, അല്ലെങ്കിൽ അവന് പ്രയോജനം ചെയ്യുന്ന അറിവാണ്. ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകൻ. അത് അദ്ദേഹം മരിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് എത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. ഇങ്ങനെയുള്ള ഒരു മക്കളാണ് നമുക്കെങ്കിൽ നമ്മൾ വലിയ ഭാഗ്യം ചെയ്തവരാകും. അതിന് നമ്മൾ കുറച്ചൊക്കെ നമ്മൾ പറയുകയും പരിശ്രമിക്കുകയും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യണം. സ്വാഭാവികമായി യാദൃശ്ചികമായി മക്കൾ നന്നാവട്ടെ എന്ന് വിചാരിച്ച് നിൽക്കാൻ പാടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങളെല്ലാവർക്കും അള്ളാഹു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അള്ളാഹു ചോദിക്കും. ഒരു ഉപ്പയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വീട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും ഉത്തരവാദിത്തം അയാൾക്കാണ്, കുടുംബനാഥനാണ്. ഒരു ഉമ്മക്ക് ഉത്തരവാദിത്തമുണ്ട്, എല്ലാവരും ചോദ്യം ചോദിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള അവസരങ്ങൾ, കുട്ടികൾക്ക് പഠിക്കാനും ദീനിനെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെയുള്ള അവസരങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതിനു വേണ്ടിയിട്ട് കുറച്ച് പൈസ നമ്മൾ ചിലവാക്കിയാലും കുഴപ്പമില്ല. അത് മറ്റു വലിയ നേട്ടങ്ങൾ നമ്മുടെ മക്കളിലൂടെ നമുക്ക് കൊണ്ടുവന്ന് നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും പ്രയോജനം ചെയ്യുന്ന നല്ല സ്വലിഹീങ്ങളായ മക്കളെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്ത ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് റഹ്മാനായ റബ്ബ് നമുക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും യുദ്ധങ്ങളുടെ കെടുതികളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم.